ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പ്രിയവായന സുഹൃത്തെ, താങ്കൾക്ക് യേശു കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നവംബർ 16, ഒന്നാമത്തെ വായനാ ഭാഗം നെഹമ്യാവിൻ്റെ പുസ്തകം 3-ാം അധ്യായം. ഇന്നലെ സ്വർഗത്തിലെ ദൈവം ഞങ്ങൾക്ക് കാര്യം സാധിപ്പിക്കും, ആകയാൽ അവൻ്റെ ദാസന്മാരായി ഞങ്ങൾ എഴുന്നേറ്റ് പണിയും എന്ന് പറയുന്ന ഭാഗമാണ്. പണി ആരംഭിച്ചിട്ടില്ല, പണി ആരംഭിക്കാൻ പോവാണ്. എന്നാൽ ഇന്ന് കാണുന്നത് യെരൂശലേം ദേവാലയത്തിൻ്റെ ചുറ്റുമുള്ള മതിൽ പണിയുന്നതിനെ സംബന്ധിച്ചാണ്. അപ്പോൾ ആ പണി ഓരോ ഘട്ടങ്ങളും വളരെ വിശദമായി തന്നെ ആരൊക്കെയാണ് ആ പണിയിൽ ഏർപ്പെട്ടത് എന്നൊക്കെയും കാണുന്നുണ്ട്. അത് ഭാഗമായിട്ടാണ്. ഒരു സ്ഥലം വരെ ഒരു സ്ഥലം, വേറൊരു സ്ഥലം വരെ ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഇന്ന കൂട്ടർ, അത് കഴിഞ്ഞുള്ള ഭാഗം ഇന്ന ആളുടെ നേതൃത്വത്തിൽ ഇന്ന ആളുകളുടെ കൂട്ടം, ഇങ്ങനെയാണ് പണി നടക്കുന്നത്. അപ്പം മൊത്തത്തിൽ ഒരു ഭാഗത്തു നിന്ന് അങ്ങ് തീർത്തു വരികയല്ല, ഭാഗമായിട്ട് വീതിച്ച് കൊടുത്തിട്ട് അവരവർക്ക് കിട്ടിയ ഭാഗത്തിൻ്റെ അറ്റകുറ്റം തീർക്കുന്ന പണി, മതിലിൽ കെട്ടുന്ന പണി, മറ്റു കാര്യങ്ങളൊക്കെ, വാതിൽ വെക്കുന്ന കാര്യം, അത് വാതിൽ ഉറപ്പിക്കുന്ന കാര്യം, കട്ടള ഉറപ്പിക്കാൻ ആവശ്യമായ കൊളുത്ത്, ഇതൊക്കെ ചെയ്യുന്നത് അവർ തന്നെയാണ്. അപ്പം അങ്ങനെ അത്രയും ഭാഗം പണിഞ്ഞാൽ പിന്നെ അവർക്ക് പണിയില്ല. അതിൽ ലേവ്യർ അതിനകത്ത് പണിയുന്നുണ്ട്. പിന്നെ ഓരോ ഗോത്രത്തിലെ ഓരോ ആൾക്കാർ അതിനകത്ത് വന്ന് പണിയുന്നുണ്ട്. അപ്പോൾ അത് ആണ് നമ്മളിവിടെ വായിക്കുന്നത്. അങ്ങനെ മഹാപുരോഹിതനായ എല്യാശീബും അവൻ്റെ സഹോദരന്മാരെ പുരോഹിതന്മാരും എഴുന്നേറ്റ് ആട്ടുവാതിൽ പണിതു. അത് പ്രതിഷ്ഠിച്ച് അതിൻ്റെ കതകുകളും വെച്ചു. ഹമ്മയ ഗോപുരം വരെയും ഹനനേൽ ഗോപുരം വരെയും അവർ അത് പ്രതിഷ്ഠിച്ചു. അവർ പണിതതിനപ്പുറം എരിഹോക്കാർ പണിതു. അവരുടെ അപ്പുറം ഇമ്രിയുടെ മകനായ സക്കൂർ പണിതു. മീൻവാതിൽ ഹസനായക്കാർ പണിതു. അപ്പോൾ ഇങ്ങനെ മീൻവാതിൽ, അതുപോലെ ചെമ്മരിയാടുകളെ കൊണ്ടുവരുന്ന വാതിൽ, പിന്നെ ചില ഗോപുരങ്ങൾ, അങ്ങനെ പലവിധമായ സംഗതികൾ ഈ മതിലിലുണ്ട്. പല വാതിലുകൾ പല പേരുകളിലാണ് അറിയപ്പെടുന്നത്. ഇവിടെ നമ്മൾ വായിച്ചില്ല, ഹനനേൽ ഗോപുരം, ആട്ടുവാതിൽ, ഉറവ് വാതിൽ, പിന്നെ മീൻവാതിൽ, ഇങ്ങനെ ഓരോരോ വാതിൽ, പ്രത്യേകം വാതിൽ. അതിനകത്തൂടെ അതേ കൊണ്ടുവരാൻ പാടുള്ളൂ. ആടുകളെ കൊണ്ടുവരുന്ന വാതിലിൽ കൂടെ വേർന്ന് വരാൻ പാടില്ല. അപ്പം ഇങ്ങനെ അതുപോലെ തന്നെ പ്രധാന വാതിലുണ്ട്, യെരൂശലേം ദേവാലയം ചേർന്നിരിക്കുന്ന ഭാഗമുണ്ട്. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ പലരായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിനകത്ത് സ്ത്രീകൾ വരെ ഇതിനകത്ത് പങ്കെടുത്തിട്ടുണ്ട്. അതിൻ്റെ 12-ാം വാക്യത്തിൽ, അതിൻ്റെ അപ്പുറം യെരൂശലേം ദേവാലയത്തിൻ്റെ മറ്റേ പാതിക്ക് പ്രഭുവായ ഹല്ലോശേഷിൻ്റെ മകൻ ശല്ലൂമും അവൻ്റെ പുത്രിമാരും അറ്റകുറ്റം തീർത്തു. പിന്നെ ചില പണിക്കാർ, നമ്മൾ വായിക്കുന്നത് തട്ടാന്മാരും കൊല്ലന്മാരും ഒക്കെ വന്ന് അത് പണി ചെയ്തതിനെ സംബന്ധിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പം അങ്ങനെ ഓരോ ഭാഗവും അതിലൊരു വാക്യം വായിക്കാം, 24. അതിൻ്റെ ശേഷം ഹോനാദാദിൻ്റെ മകൻ ബിന്നു വി അസരിയാവിൻ്റെ വീട് മുതൽ കോണിൻ്റെ തിരിവ് വരെ മറ്റൊരു ഭാഗം അറ്റകുറ്റം തീർത്തു. അപ്പോൾ പാട്ടായിട്ട് അറ്റകുറ്റം തീർക്കുന്നതിനെ സംബന്ധിച്ചാണ് നമ്മൾ വിശദമായി വായിക്കുന്നത്. ഞാൻ ചുരുക്കമായിട്ടാണ് പറയുന്നത്. എന്നാൽ പേരും അടക്കം എവിടം മുതൽ എവിടം വരെയാണ് ഓരോ കൂട്ടർ ചെയ്യുന്നത് എന്നൊക്കെ വിശദമായി നമ്മൾ വായിക്കുന്നുണ്ട്. അവസാനത്തിലാണ് നമ്മൾ കാണുന്നത് കോണിങ്കിലെ മാളിക മുറിക്കും ആട്ടുവാതിലിനും മധ്യേ തട്ടാന്മാരും കച്ചവടക്കാരും അറ്റകുറ്റുന്നത്. അപ്പോൾ തട്ടാന്മാർ, കച്ചവടക്കാരൊക്കെ അതിന് പണി. അപ്പോൾ പലവിധ മേഖലകളിൽ പ്രവർത്തിക്കുന്ന, പല ഉത്തരവാദിത്തങ്ങളുള്ള, പല ഗോത്രത്തിലുള്ള ആളുകളൊക്കെ അവിടെ ഈ ദേവാലയത്തിൻ്റെ പണി തീർക്കുന്നുണ്ട്. അപ്പം ദേവാലയത്തിൻ്റെ അല്ല, ഈ മതിലിൻ്റെ പണി തീർക്കുന്നുണ്ട്. അപ്പം മതിൽ എന്ന് പറയുന്നത് എപ്പോഴും അതിൻ്റെ സംരക്ഷണ ഭിത്തിയാണ്. സംരക്ഷണമില്ലാതെ മതിലിടിഞ്ഞ് കിടക്കുമെന്ന് പറഞ്ഞാൽ എപ്പോഴും അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും വേണമെങ്കിലും കയറിപ്പോവാം. വിശുദ്ധിയോടെയും വിശുദ്ധിയല്ലാതെയും, അല്ലെങ്കിൽ കയറേണ്ടവരും കയറേണ്ടാത്തവരും കച്ചവടക്കാരും ഒക്കെ ഒരു നിയന്ത്രണമില്ലാതെ ഏത് ഭാഗത്തൂടെയും കയറി വരാവുന്ന അവസ്ഥയിലാണ്. മറ്റതങ്ങനല്ല, വാതിലുകൾ വെച്ചിട്ടുണ്ട്. ആ വാതിലിൽ കൂടെ അവിടെ കാവൽക്കാരുണ്ടാകും. കാവൽക്കാരുടെ നിയന്ത്രണത്തിലായിരിക്കും അത്. അപ്പം അകത്ത് പോകുന്നതും പുറത്തു പോകുന്നതും ഒക്കെ ആരാന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ടാവും. ശത്രുക്കൾ കടന്നു വരുന്നുണ്ടോ എന്ന് പരിശോധിക്കാൻ കഴിയും. ഇതൊക്കെയാണ് മതിലിൻ്റെ ധർമ്മം. ആ പ്രകാരം യെരൂശലേം ദേവാലയത്തിലേക്ക് എങ്ങനെ വേണേലും ആർക്കും കടന്നു വരാവുന്നൊരവസ്ഥയിൽ നിന്ന് അത് കോട്ട കെട്ടി സംരക്ഷിക്കുന്ന ശത്രുക്കളുടെ കയ്യിൽ നിന്നായാലും അന്യ വിശ്വാസത്തിലുള്ള ആളുകളുടെ കയ്യിൽ നിന്നായാലും ഒക്കെയും അതിന് വിശുദ്ധിയോടെ സംരക്ഷിച്ച് നിർത്തുന്ന ഒരു കാര്യമാണ് ഈ മതിൽ. അതാണ് അവരുടെ ശുഷ്കാന്തിയോടെ അത് പ്രവർത്തിക്കുവാൻ നെഹമ്യാവിനെയും കൂട്ടരെയും പ്രേരിപ്പിച്ചതും
അത് ബാബേലിരിക്കുമ്പോൾ തന്നെ ഈ വാർത്ത അറിഞ്ഞിട്ട് അത്രത്തോളം പ്രയാസത്തോടെ പ്രാർത്ഥിച്ച് രാജാവിനോട് അപേക്ഷിച്ച് നെഹമ്യാവ് വന്ന് ഈ പണികളൊക്കെ എൻ്റെ നേതൃത്വത്തിൽ നിന്ന് ചെയ്യുന്നത്. രണ്ടാമത്തെ വായനാഭാഗം ഹോശേയ പ്രവചനം 13-ാം അധ്യായം. ഇവിടെയും എഫ്രൈമിനെ അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എഫ്രൈം സംസാരിച്ചപ്പോൾ വിറയലുണ്ടായി. അവൻ ഇസ്രായേലിൽ മികച്ചവനായിരുന്നു. എന്നാൽ ബാൽ മുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയെന്ന് പറയുന്നത് സ്വാഭാവികമായി മരിക്കുന്നത് തന്നെയാണ്. പക്ഷേ അത് ദൈവം വെച്ച വ്യവസ്ഥയുടെ അടിസ്ഥാനത്തിലാണ്. അത് ചെയ്യുന്ന നാളിൽ അവൻ മരിക്കും എന്ന് പറയുന്നവരാണ്. അത് ആദാമിനോട് പറയുന്ന സമയത്ത് പറയുന്നുണ്ടല്ലോ, നീ അത് തിന്നുന്ന നാളിൽ നീ മരിക്കും. അപ്പോൾ ഈ കൽപ്പനകളുടെയൊക്കെ ലംഘനത്തിലൂടെ ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം യഥാർത്ഥത്തിൽ ഒരു മനുഷ്യൻ സ്വാഭാവികമായി മരിക്കുന്ന പോലെ മരിക്കുന്നതല്ല. ദൈവം വെച്ച വ്യവസ്ഥ പ്രകാരം ദൈവം തന്നെയാണ് ആ മരണത്തിന് ഇടയാക്കുന്നത് അല്ലെങ്കിൽ ഇടയാകുന്നത്. അങ്ങനെയാണ് മരിക്കുന്നത്. അവൻ ബാൽമുഖാന്തരം കുറ്റം ചെയ്തപ്പോൾ അവൻ മരിച്ചുപോയി. ഇപ്പോഴോ അവൻ അധികം പാപം ചെയ്യുന്നു. മരിച്ചുപോയവൻ എങ്ങനെയാണ് വീണ്ടും പാപം ചെയ്യുന്നത്? മരിച്ചുപോയി എന്ന് പറയുന്നത് ദൈവസന്നിധിയിൽ നിന്ന് അവൻ്റെ സ്ഥാനം മാറി, അവനെ തള്ളിക്കളയുന്നു, അവനെ ഇല്ലാതാക്കുന്നു എന്നൊക്കെയുള്ള അർത്ഥത്തിലാണ്. അങ്ങനെ ദൈവത്തിൽ നിന്നകന്ന് ദൈവകോപം ഉണ്ടായി ദൈവത്തിന് ശിക്ഷ വന്നിട്ടും അവർ അധികം പാപം ചെയ്യുന്നതാണ്. അവർ വെള്ളി കൊണ്ട് ബിംബങ്ങളെയും ബോധിച്ചതുപോലെ വിഗ്രഹങ്ങളെയും ഉണ്ടാക്കി. ഇവയൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെയും കൗശലക്കാരുടെ പണിയാണ്. അതവർ ഒരു മനുഷ്യൻ്റെ ഇഷ്ടം അനുസരിച്ച്, അവൻ്റെ ഭാവന അനുസരിച്ച് അവൻ്റെ സൂത്രപ്പടികൾ ചെയ്യുന്നതാണ് ഈ വിഗ്രഹങ്ങൾ. എന്നാൽ ഇവർ അതിൻ്റെ മുമ്പിൽ പോയി കുമ്പിടുകയാണ്. അവർക്ക് അതിന് സംസാരിക്കാനോ ചിന്തിക്കാനോ കാണാനോ കേൾക്കാനോ ഒന്നും കഴിവില്ല എന്ന് അറിഞ്ഞിട്ടും അവരതിനെ പോയി ചുംബിക്കുന്നു, അവയോട് സംസാരിക്കുന്നു. ബലി കഴിക്കുന്ന മനുഷ്യർ കാളക്കിടാങ്ങളെ ചുംബിക്കുന്നു. അതുകൊണ്ട് അതിന് ദൈവം ഇനി പറയുന്ന കാര്യങ്ങൾ, അവർ പ്രഭാതമേഘം പോലെ ആയിത്തീരും. കാലത്തെ ഒഴിഞ്ഞു പോകുന്ന മഞ്ഞു പോലെയായി, കൊടുങ്കാറ്റ് പറപ്പിക്കുന്ന പതിർ പോലെയും കുഴിയിൽ നിന്ന് പൊങ്ങുന്ന പുക പോലെയും. അപ്പോൾ ഇതൊന്നും കുറച്ചു നേരത്തേക്കേ കാണുകയുള്ളൂ. അത് കഴിഞ്ഞാൽ ഈ രാവിലെ ഉണ്ടാകുന്ന മഞ്ഞ് സൂര്യനൊന്ന് നന്നായി ശോഭിച്ചു വരുമ്പോഴത്തേക്ക് ആ ചൂട് കൊണ്ട് ആ മഞ്ഞ് ഇല്ലാതായി പോകുന്നു. പിന്നെ മഞ്ഞിനെ പിന്നെ കാണില്ല. അത് വെളുപ്പാങ്കാലത്ത് കാണുന്ന മഞ്ഞൊന്നും പിന്നെ നിൽക്കുന്നില്ല. സൂര്യൻ്റെ ചൂട് വരുമ്പോഴത്തേക്ക് അത് മാഞ്ഞു പോകും. ഈ പുകക്കുഴലിൽ നിന്ന് വരുന്ന പുക, അത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ പുക ശക്തിയായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് കാണാം. പക്ഷെ പിന്നെ ഈ പുക എങ്ങോട്ട് പോയെന്ന് കാണാനില്ല. ആ പുകക്കുഴലിൻ്റെ ഏറ്റവും മുകളിലുള്ള ആ ദ്വാരഭാഗത്ത് മാത്രമാണ് പുക ശക്തമായി കാണുന്നത്. അപ്പോൾ ഇങ്ങനെ മേളിലോട്ട് പോകുന്ന പുക അതേ രീതിയിൽ പിന്നെയും പോയി പൊയ്ക്കൊണ്ടിരിക്കുന്നില്ല, മറിച്ച് അത് അവിടെ വെച്ച് തന്നെ കാണാതാകുകയാണ്. അപ്പോൾ അങ്ങനെ ചില ഉദാഹരണങ്ങളാണ് ഈ ജനത്തെ സംബന്ധിച്ച് ദൈവം ഇവിടെ പറയുന്നത്. എന്നിട്ട് പറയാണ്, ഞാനോ മിസ്രയീം മുതൽ നിന്റെ ദൈവമായ യഹോവയാകുന്നു. എന്നെ അല്ലാതെ വേറൊരു ദൈവത്തെയും നീ അറിയുന്നില്ല. ഞാനല്ലാതെ ഒരു രക്ഷിതാവും ഇല്ലല്ലോ. ഞാൻ മരുഭൂമിയിൽ ഏറ്റവും വരണ്ട ദേശത്ത് തന്നെ നിന്നെ മേയിച്ചു. 40 വർഷക്കാലം മരുഭൂമിയിൽ ഒന്നുമില്ലാത്ത സ്ഥലത്ത് അവർക്ക് ആഹാരവും വെള്ളവും ഒക്കെ കൊടുത്തു. അവരുടെ കാല് വലുതായില്ല, അവരുടെ ചെരുപ്പ് മോശമായില്ല, അവരുടെ വസ്ത്രം പിന്നിപ്പോയില്ല. ഇതിനൊന്നും സംഗതികളില്ല. വസ്ത്രം വാങ്ങിക്കാനോ വസ്ത്രം നെയ്യാനോ ഒന്നും നിവൃത്തിയുള്ളൊരു സ്ഥലമല്ല മരുഭൂമിയിൽ. കടകളില്ല, അത്തരം ഫാക്ടറികളോ അല്ലെങ്കിൽ അതുപോലുള്ള ശാലകളോ ഇല്ല, ഒന്നുമില്ല. ചെരുപ്പ് നന്നാക്കാനൊക്കത്തില്ല. അപ്പോൾ ചെരുപ്പ് ഒന്നും കേടാകുന്നില്ല. കാല് വലുതായി ചെരുപ്പ്, അയ്യോ ചെരുപ്പിൻ്റെ സൈസ് മാറി എന്ന് പറഞ്ഞ് പുതിയ ചെരുപ്പ് അന്വേഷിക്കേണ്ട വിഷയം ഇതൊന്നും അവർ 40 വർഷക്കാലം അവർക്ക് വന്നിട്ടില്ല. അങ്ങനെ മേയിച്ചുകൊണ്ടാണ് അവരെ വന്നത് മരുഭൂമിയിൽ, വെറും മരുഭൂമിയിൽ. അവർക്ക് മേച്ചലുള്ളതുപോലെ അവർ മേഞ്ഞ് തൃപ്തരായപ്പോൾ അവരുടെ ഹൃദയം ഉയർന്നു. അതുകൊണ്ട് അവർ എന്നെ മറന്നു കളഞ്ഞു. അതാണ് ദൈവം പറയുന്നത്. അവർ മറന്നു കളഞ്ഞു. എന്നാൽ ഞാൻ അവർക്ക് സിംഹത്തെ പോലെ ഇരിക്കും, വഴിയിലെ വള്ളിപ്പുലിയെ പോലെ ഞാൻ അവർക്ക് പതിയിരിക്കും. കുട്ടികൾ പോയി നഷ്ടപ്പെട്ട കരടിയെ പോലെ ഞാൻ അവരെ നേരിടും എന്നൊക്കെ അവിടെ എഴുതിയിരിക്കുകയാണ്. അവിടെ സിംഹം പോലെ തിന്നുകളെയും കാട്ടുമൃഗം പോലെ ഞാൻ അവരെ കടിച്ചു കയറും. ഇസ്രായേലേ, നിന്റെ സഹായമായിരിക്കുന്ന എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകുന്നു. അതിപ്പോൾ ഇന്നത്തെ കാലത്തും നമ്മളോട് ഇത് തന്നെയാണ് ദൈവത്തിന് പറയാനുള്ളത്. നിന്റെ ദൈവമായിരിക്കുന്ന
എന്നോട് നീ മറക്കുന്നത് നിന്റെ നാശമാകും. നമ്മൾ ദൈവത്തെ അറിഞ്ഞ് ദൈവത്തിൽ വിശ്വസിച്ച് ദൈവത്തിൻ്റെ പുറകെ പോകാൻ തീരുമാനിച്ച് ഉടമ്പടി ചെയ്ത് ഇറങ്ങി പുറപ്പെട്ടവരാണെങ്കിൽ ആ അവർക്കും ഈ ഇസ്രായേലിൻ്റെ ദൈവം തന്നെയാണ് അവരുടെയും ദൈവം എന്ന് പറഞ്ഞാൽ നമ്മുടെ ദൈവം. അപ്പോൾ ആ ഇസ്രായേലിൻ്റെ ദൈവത്തോട്, യഹോവൻ ദൈവത്തോട് മറക്കുന്നത് നമുക്ക് നാശത്തിനാണ്, നമുക്ക് നല്ലതിനല്ല. കാരണം വെച്ചാൽ ദൈവം നമ്മളോട് ആവശ്യപ്പെട്ടതൊന്നുമല്ല എന്നെ നിങ്ങൾ ദൈവമായി സ്വീകരിക്കാൻ. എല്ലാവരോടും പറയുന്ന പോലെ നമ്മളോടും പറഞ്ഞു എന്നുള്ളതേ ഉള്ളൂ. നമ്മളാണ് ദൈവത്തെ എനിക്ക് മതി എന്ന് തീരുമാനിച്ച് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിച്ച് സ്നാനപ്പെട്ട് ആ വഴികൾ നടക്കാമെന്ന് തീരുമാനിച്ചത് നമ്മളായിരുന്നു. അപ്പോൾ നമ്മുടെ ഉത്തരവാദിത്വമാണ് ഈ ദൈവത്തെ മാത്രം അന്വേഷിച്ച്, ആ ദൈവത്തെ മാത്രം ആശ്രയിച്ച് ജീവിതാന്ത്യം വരെയും ഇടത്തോട്ട് വലത്തോട്ട് മാറാതെ പോകേണ്ട ഉത്തരവാദിത്വം നമുക്കുള്ളതാണ്. അങ്ങനെ സഹായമായിരിക്കുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവത്തോട് മറക്കുന്നത് നമ്മുടെ നാശമാകുന്നു എന്ന് നമ്മളിവിടെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടത് വായിച്ച് മനസ്സിലാക്കേണ്ടതാണ്. എന്നിട്ട് എഴുതിയിരിക്കുന്ന എൻ്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു. ആ രാജാവിനെ തരുമ്പോഴും കോപത്തോടു കൂടിയാണ് തരുന്നത്, സന്തോഷത്തോടെ അല്ല. കാരണം ദൈവം രാജാവായിരിക്കുമ്പോഴാണ് അവർ മനുഷ്യനായ ഒരു രാജാവിനെ വേണമെന്ന് ആവശ്യപ്പെടുന്ന ഇസ്രായേൽ ജനം, അതിൻ്റെ പ്രമാണിമാർ അല്ലെങ്കിൽ നേതൃത്വത്തിലുള്ള ആൾക്കാർ. എന്നാലും ഞാൻ എൻ്റെ കോപം എനിക്കിഷ്ടമില്ലാതിരുന്നിട്ട് ഞാൻ നിങ്ങൾക്കൊരു രാജാവിനെ തന്നു. എൻ്റെ ക്രോധത്തിൽ ഞാനവനെ നീക്കിക്കളഞ്ഞു. ആക്ച്വലി ഇത് നീക്കിക്കളഞ്ഞിട്ടില്ല, നീക്കിക്കളയാൻ പോവുകയാണ് ഈ ഇസ്രായേൽ എന്ന രാജ്യത്തിൻ്റെ രാജാവിനെ. പിന്നീട് ഏകദേശം 100 ചില്ലുവാനും വർഷം കഴിയുമ്പോഴത്തേക്ക് യഹൂദയിലെ രാജാവിനെ മാറ്റുന്നുണ്ട്. രണ്ടിടത്തും രാജാവ് ഇല്ലാതാകുന്നൊരവസ്ഥയുണ്ട്. അപ്പോൾ അത്ര കണ്ട് അവരെ ദൈവത്തോട് മറുതലിക്കുകയും ദൈവകോപം അത്ര കണ്ട് കൂടുകയും ചെയ്യുന്ന സമയത്താണ് ഓരോ ഘട്ടത്തിലും ഈ രാജാക്കന്മാരെ നീക്കി രാജ്യത്വം ഇല്ലാതാക്കി, രാജ്യമല്ലാതാക്കി മാറ്റുന്നത്. പിന്നെയാണ് പ്രവാസത്തിലേക്കൊക്കെ പോകുന്നത്. വടക്കേ രാജ്യം അശൂരിൻ്റെ പ്രവാസത്തിലേക്ക് പോയെങ്കിൽ തെക്കേ രാജ്യം ബാബേൽ പ്രവാസത്തിലേക്കാണ് പോകുന്നത്. എൻ്റെ കോപത്തിൽ ഞാൻ നിനക്കൊരു രാജാവിനെ തന്നു, എൻ്റെ ക്രോധത്തിൽ ഞാൻ അവനെ നീക്കിക്കളഞ്ഞു. രണ്ടിടത്തെയും രാജാവിനെ നീക്കിക്കളഞ്ഞു. പക്ഷേ ഇത് പറയുന്ന സമയത്ത് നീക്കിക്കളഞ്ഞിട്ടില്ല. നിനക്കൊരു മകൻ ജനിച്ചു, ഒരു ശിശുവിനെ നൽകപ്പെട്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്ന പോലെ അത് നൽകപ്പെട്ടിട്ടില്ല അന്ന് സങ്കീർത്തനം എഴുതുന്ന കാലത്ത് എന്ന് പറഞ്ഞ പോലെ ഇതും സംഭവിച്ചില്ല. വരാൻ സംഭവിക്കുന്നതിനെ സംഭവിച്ചതുപോലെ തന്നെ എഴുതിയിരിക്കേണ്ട, സംഭവിക്കും എന്നുള്ള ഉറപ്പാണ്, ദൈവത്തിൻ്റെ ഉറപ്പാണ്. ദൈവം അതുമാണ് ഹോശേയ പ്രവാചകനെ കൊണ്ട് എഴുതിക്കുന്നത്. എനിക്ക് സഹതാപം തോന്നുകയില്ല. താഴോട്ട് വരുമ്പോൾ ശമര്യ തൻ്റെ ദൈവത്തോട് മത്സരിച്ചതുകൊണ്ട് അവൾ തൻ്റെ അകൃത്യം വഹിക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ ഇസ്രായേലെന്നും എഫ്രൈമെന്നും ശമര്യയെന്നും ഒക്കെ പല പേരിൽ പറയുന്നുണ്ട്. ശമര്യയെ സംബന്ധിച്ചുള്ള ശമര്യ അതിൻ്റെ തലസ്ഥാനമാണ്. അപ്പോൾ ശമര്യയെ സംബന്ധിച്ച് പറയുമ്പോൾ ഇസ്രായേൽ ജനം മാത്രമല്ല, ഇസ്രായേലിൻ്റെ നേതൃത്വം, രാജാക്കന്മാർ, കൊട്ടാരം, രാജകുടുംബം, രാജാക്കന്മാർ എന്ന അർത്ഥത്തിലാണ്, അധികാരസ്ഥാനത്തെ സംബന്ധിച്ചാണ് പറയുന്നത്. ശമര്യ എൻ്റെ ദൈവത്തോട് മത്സരിച്ചു. അപ്പോൾ ദൈവം ഈ ജനം മാത്രമല്ല, രാജാക്കന്മാരും ഏറ്റവും അധികം തെറ്റിയാണ് നിൽക്കുന്നത്. രാജാക്കന്മാർ തെറ്റിയത് കൊണ്ടാണ് പലപ്പോഴും ജനം തെറ്റിപ്പോകുന്നത്. ഈ രാജാക്കന്മാരാണ്, ഈ ആദ്യത്തെ രാജാവായ യൊരോബെയാം തന്നെ ജനത്തോട് പറയുകയാണ്, നിങ്ങൾ ഇതുവരെ യെരുശലേമിൽ പോയത് മതി എന്ന് പറഞ്ഞ് 2 കാളക്കുട്ടി ഉണ്ടാക്കിയിട്ട് ഈ കാളക്കുട്ടിയാണ് നിങ്ങളെ മിസ്രയീം ദേശത്ത് നിന്ന് കനാൻ ദേശത്തേക്ക് കൊണ്ടുവന്ന ദൈവം ഇതാകുന്നു എന്ന് പറഞ്ഞ് അവരെ ആദ്യമായി തെറ്റിക്കുന്നത് രാജാവ് തന്നെയാണ്. രാജാക്കന്മാർ പല ഘട്ടങ്ങളിലും ദൈവത്തെ അന്വേഷിക്കാതിരിക്കാൻ ജനത്തെ പ്രേരിപ്പിക്കുന്നുണ്ട്. ഭയപ്പെട്ട് പലരും അതിനകത്താകുന്നുണ്ട്. അവർ ചെറിയ ആളുകൾ അതിലായി കഴിയുമ്പോൾ അവർക്ക് ജനിക്കുന്ന മക്കളും അത് കണ്ടാണ് വളരുന്നത്. അവർക്ക് യഥാർത്ഥത്തിൽ ഇസ്രായേൽ ദൈവമായ യഹോവയോ യെരുശലേമിനെ കുറിച്ചൊന്നും അറിയില്ല. അത് പറഞ്ഞു കൊടുക്കുന്നില്ല. കാരണം അവർ കണ്ടു വളരുന്നത് അന്യദൈവങ്ങളെ ആരാധിക്കുന്നതൊക്കെയാണ്. അപ്പം അതുകൊണ്ട് ശമര്യ തൻ്റെ ദൈവത്തോട് മത്സരിച്ചത് കൊണ്ട് അവൾ തൻ്റെ അകൃത്യം വഹിക്കേണ്ടി വരും. അതായത് നിന്ന വഹിക്കേണ്ടി വരും, ശിക്ഷ വഹിക്കേണ്ടി വരും, കുറ്റം വഹിക്കേണ്ടി വരും, അവൾ ശിക്ഷിക്കപ്പെടും എന്ന് പറഞ്ഞിട്ടാണ് ഈ അധ്യായം അവസാനിക്കുന്നത്. 3-ാമത്തെ വായനാഭാഗം തെസ്സലോനിക്യ സഭയ്ക്ക് എഴുതിയ അപ്പോസ്തലൻ എഴുതിയ 1-ാമത്തെ ലേഖനം. അപ്പം ആകെ 2 ലേഖനങ്ങൾ തെസ്സലോനിക്കർക്ക് പൗലോസ് എഴുതിയിട്ടുണ്ട്. അതിൽ 1-ാമത്തെ ലേഖനമാണ് നമ്മളിന്ന് നോക്കുന്നത്. ഇതിനാകെ 5 അധ്യായങ്ങളാണുള്ളത്. 3 ദിവസമായിട്ട് ഇത് വായിച്ചു തീരുകയും ചെയ്യും. അപ്പോൾ ഇവിടെ എഴുതുന്ന ഈ ലേഖനത്തിൽ പൗലോസുണ്ട്, സിലനാസുണ്ട്, തിമത്തിയോസുണ്ട്. പൗലോസും സിലനാസും
തിമത്തിയോസും പിതാവായ ദൈവത്തിലും കർത്താവ് യേശുക്രിസ്തുവിലുമുള്ള തെസ്സലോനിക്ക സഭയ്ക്ക് എഴുതുന്നത്. നിങ്ങൾക്ക് കൃപയും സമാധാനം ഉണ്ടാകട്ടെ. അപ്പോൾ നമ്മൾ വായിക്കുന്ന ഈ ലേഖനം, ഒന്നാമത്തെ ലേഖനം നമ്മൾ വായിക്കുന്നത് പൗലോസ് അപ്പോസ്തലന് ആ സഭയോടും അവിടുത്തെ വിശ്വാസികളോടുമുള്ള മതിപ്പ്, വളരെ സന്തോഷമുള്ള, വളരെ താല്പര്യമുള്ള, വളരെ മതിപ്പുള്ള, ബഹുമാനമുള്ള, കാരണം അവരുടെ വിശ്വാസവും അവരുടെ പ്രവൃത്തിയും ഒക്കെയാണ് അതിന് പൗലോസ് അപ്പോസ്തലൻ അതിനിടയാക്കുന്നത്. അവരെക്കുറിച്ച് നല്ല ഹൃദയം നിറഞ്ഞ ഒരു അനുഭവമാണ് നമുക്ക് വായിക്കുമ്പം അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടെന്നുള്ളത് മനസ്സിലാകുന്നത്. അതിൻ്റെ തുടക്കത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥനയെ നിങ്ങളെ സ്മരിച്ചുകൊണ്ട് നിങ്ങളുടെ വിശ്വാസത്തിൻ്റെ വേലയും സ്നേഹപ്രയത്നവും, ആ വാക്കാണ് സ്നേഹപ്രയത്നം. അപ്പോൾ പ്രയത്നം ചെയ്ത് സ്നേഹിക്കാനുള്ള പ്രയത്നം, അല്ലെങ്കിൽ പ്രയത്നം ചെയ്യുന്നുണ്ടല്ലോ സ്നേഹത്തിന് വേണ്ടി, അവർ സ്നേഹിക്കുന്നവരാണ് എന്ന് ചുരുക്കത്തിൽ പറയാം. സ്നേഹപ്രയത്നവും നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രത്യാശയുടെ സ്ഥിരതയും ഇടവിടാതെ നമ്മുടെ ദൈവവും പിതാവുമായവൻ്റെ സന്നിധിയിൽ ഓർത്ത് ഞങ്ങൾ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി എപ്പോഴും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥിക്കുന്നതല്ല, സ്തോത്രം ചെയ്യുന്നു. എന്നുവെച്ചാൽ സ്തോത്രം ചെയ്യാനുണ്ട്, അതുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് ദൈവത്താൽ സ്നേഹിക്കപ്പെട്ട സഹോദരന്മാരെ, നിങ്ങളുടെ തെരഞ്ഞെടുപ്പിനെ അറിയുന്നുവല്ലോ. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും കൂടെ ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. നിങ്ങളുടെ നിമിത്തം ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ എങ്ങനെ പെരുമാറിയിരുന്നു എന്ന് അറിയുന്നുവല്ലോ. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ട് ഞങ്ങൾക്കും കർത്താവിനും അനുകാരികളായി തീർന്നു. അങ്ങനെ നിങ്ങൾ മക്കദോന്യയിലും അഖായിലും വിശ്വസിക്കുന്നവർക്കെല്ലാവർക്കും മാതൃകയായി തീർന്നു. നിങ്ങളുടെ അടുക്കൽ നിന്ന് കർത്താവിൻ്റെ വചനം മുഴങ്ങിച്ചെന്നത് മക്കദോന്യയിലും അഖായിലും മാത്രമല്ല, എല്ലായിടവും നിങ്ങൾക്കുള്ള ദൈവത്തിൻ്റെ വിശ്വാസം പ്രസിദ്ധമായിരിക്കുന്നു. അപ്പോൾ ഈ സഭയെ സംബന്ധിച്ച്, തെസ്സലോനിക്കയിലെ വിശ്വാസികളെ സംബന്ധിച്ച് അവരുടെ വിശ്വാസത്തെ വളരെ പ്രസിദ്ധമായിരിക്കുന്നതാണ് അവിടെ എഴുതുന്നത്. അപ്പോൾ അവരുടെ വിശ്വാസം നല്ല വിശ്വാസമാണ്, അവർ യഥാർത്ഥ വിശ്വാസികളാണ് എന്നുള്ളതാണ് നമ്മളിവിടെ മനസ്സിലാക്കുന്നത്. ജീവനുള്ള ദൈവത്തെ സേവിപ്പാനും അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച് തൻ്റെ പുത്രനും വരുവാനുള്ള കോപത്തിൽ നമ്മെ വിടുവിക്കുന്നവനുമായ യേശു സ്വർഗത്തിൽ നിന്ന് വരുന്നത് കാത്തിരിപ്പാനും നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് എങ്ങനെ തിരിഞ്ഞുവെന്നുവെന്നും അവർ തന്നെ പറയുന്നു. ആര്? ഈ നേരത്തെ കേട്ട സ്ഥലം മക്കദോന്യ അല്ലേ, മാസിഡോണ. അവിടെയുള്ളവർ പറയുന്നുണ്ട്, യേശു സ്വർഗത്തിൽ വരുന്ന കാത്തിരിപ്പാൻ നിങ്ങൾ വിഗ്രഹങ്ങളെ വിട്ട് ദൈവത്തിങ്കിലേക്ക് വേഗം തിരിഞ്ഞത് എങ്ങനെയെന്നും അവർ പറയുന്നു. അപ്പോൾ അതിനെക്കുറിച്ചും അവർക്ക് ബോധ്യമുണ്ട്. അപ്പോൾ അതൊക്കെ കേൾക്കുമ്പോൾ ഇപ്പോൾ വടക്കേ ഇന്ത്യയിൽ നമ്മൾ കണ്ടതാണ്, ചില പാസ്റ്റർമാരെയൊക്കെയും കൊണ്ടുപോയി അവർ ജയ് ശ്രീറാമൊക്കെ വിളിപ്പിക്കുന്നത്. അപ്പോൾ വിളിക്കുന്നതും വിളിക്കാതിരിക്കുന്നതുമായ രണ്ട് സന്ദർഭങ്ങളിൽ അത് കേൾക്കുകയും അറിയുകയും ചെയ്യുന്ന വിശ്വാസികൾക്കുണ്ടാകുന്ന വ്യത്യാസം എന്തായിരിക്കും എന്ന് ചിന്തിച്ചാൽ മതി. വിളിക്കുമ്പോൾ കേൾക്കുന്നവർ കൂടുതൽ ഭയപ്പെടാനും കൂടുതൽ തളരാനും ഒക്കെ ഇടയാകും. എന്നാൽ അവർ ചെറുത്ത് നിന്ന് തല്ലുകൊണ്ടാലും കൊല്ല ചെയ്യപ്പെട്ടാലും അവർ ഞങ്ങൾ ജയ് ശ്രീറാം വിളിക്കില്ല, ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവത്തിൻ്റെ നാമം അല്ലാതെ വേറൊരു നാമം എടുക്കാൻ അത് അവകാശമില്ല, പാടെ തെറ്റാണ്, ഞങ്ങൾ ചെയ്യാൻ പാടില്ല, ഞങ്ങൾ ചെയ്യില്ല എന്ന് പറയുമ്പോൾ ചിലപ്പോൾ തല്ലോ വെട്ടോ കൂടുതൽ കൊണ്ടും. പക്ഷേ അവരങ്ങനെ ഒരു ധീരമായ നിലപാടെടുക്കുമ്പം ലോകത്തെല്ലായിടവും അത് കേൾക്കുന്ന ക്രിസ്തീയ വിശ്വാസികൾക്ക് ഒരു ഭയങ്കരമായ ബലമാണ് ലഭിക്കുന്നത്. അവരെക്കുറിച്ചുള്ള മതിപ്പ് കൂടുന്നുണ്ട്. അത് തങ്ങൾക്കും അതുപോലെ നിൽക്കാൻ ആവശ്യമായ ശക്തി ലഭിക്കുന്നുണ്ട്, ഊർജ്ജം ലഭിക്കുന്നുണ്ട്. അതാണ് ആ ഒരു പ്രവർത്തന റിസൾട്ട്. അപ്പോൾ ഇത് രണ്ടും, അപ്പോൾ അതാണ് ഇവിടെ അതുപോലെ തന്നെയാണ്, അതുപോലൊരു കാര്യമാണ് ഇവിടെ. ഇവർ വിശ്വാസത്തിലേക്ക് വന്നതും അവർ ജാതികളുടെ ഇടയിൽ നിന്ന് വിഗ്രഹങ്ങൾ എറിഞ്ഞു കളഞ്ഞ് വിശ്വാസത്തിലേക്ക് വന്നതും, അതുപോലെ ഇന്നും ആ വിശ്വാസത്തിൽ സ്ഥിരതയോടെ നിൽക്കുന്നതും അറിയുന്ന മക്കദോന്യ അടക്കമുള്ള ലോകത്തെല്ലായിടമുള്ള ജനത്തെ സഭ. അപ്പോൾ അവരെക്കുറിച്ച് മതിപ്പ് വരിക മാത്രമല്ല, തങ്ങൾക്കും അതുപോലെ നിൽക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തിലേക്ക് മാറും എന്നുള്ളതാണ്. രണ്ടാമത്തെ അധ്യായം പൗലോസ് അപ്പോസ്തലൻ ചില കാര്യങ്ങൾ പറയുന്നുണ്ട്. അവിടെ പറയുന്ന മറ്റൊരു കാര്യം, നിങ്ങൾ അറിയും പോലെ ഞങ്ങൾ ഒരിക്കലും മുഖസ്തുതിയോ ദ്രവ്യാഗ്രഹത്തിൻ്റെ ഉപായമോ പ്രയോഗിച്ചിട്ടില്ല, ദൈവം സാക്ഷി. അപ്പം ഞങ്ങൾ മനുഷ്യരോട് ഒരു മാനവും ഇതുവരെ അന്വേഷിച്ചിട്ടില്ല. ഞങ്ങൾ അവരറിയാമല്ലോ, അവർ തന്നെ അവർക്ക് വേണ്ടിയുള്ള ജോലി ചെയ്ത് അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കി ആ പൈസ പോലും ഈ സുവിശേഷ വേലയ്ക്ക് കൊടുത്താണ് അവർ ജീവിച്ചത്.
അവരങ്ങനെ വലിയ മിച്ചമൊന്നും ഉണ്ടായിരുന്നവർ, സമ്പത്ത് ഉണ്ടായിരുന്നവരല്ല. അത് സമ്പത്തുണ്ടായിരുന്നവരായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം പൗലോസിൻ്റെ ആദ്യകാലങ്ങളിൽ. പക്ഷേ പൗലോസിന് ഇന്ന് അത്തരമൊരു സാഹചര്യമില്ല. പൗലോസ് ഇറങ്ങി പുറപ്പെട്ടു, ഓരോ സ്ഥലങ്ങളിൽ പോകുന്നു, ഒക്കെയും അവിടുത്തെ കിട്ടുന്ന ജോലി ചെയ്തു, അതിൻ്റെ ശമ്പളം മേടിക്കുന്നു, ആഹാരം കഴിക്കുകയും മറ്റു കാര്യ ചിലവുകൾക്ക് ഉപയോഗിക്കുന്നു, പിന്നെ മുന്നോട്ട് ഉള്ള യാത്രയ്ക്ക് ചിലവിടുന്നു. അങ്ങനെയൊക്കെ ചിലവായി പോവാണ്. ഇങ്ങനെ ഞങ്ങൾ നിങ്ങളെ ഓമനിക്കുന്നു. തെസ്സലോനിക്ക സഭയെ, അവിടുത്തെ സഹോദരങ്ങളെ, വിശ്വാസികളെ ഓമനിക്കാൻ തക്കവണ്ണമുള്ള മനസ്സല്ല, ഓമനിക്കാൻ തക്കവണ്ണമുള്ള ക്വാളിറ്റി അവർക്കുണ്ടെന്നുള്ളതാണ്. നിങ്ങളെ ഓമനിച്ചുകൊണ്ട് നിങ്ങൾക്ക് ദൈവത്തിൻ്റെ സുവിശേഷം പ്രസംഗിപ്പാൻ മാത്രമല്ല, നിങ്ങൾ ഞങ്ങൾക്ക് പ്രിയരാകിയാൽ ഞങ്ങളുടെ പ്രാണനും കൂടെ വെച്ച് തരുവാൻ ഒരുക്കമായിരുന്നു എന്നാണ് വായിക്കുന്നത്. അപ്പോൾ പ്രാണൻ വേണേൽ വെച്ച് തരും നിങ്ങൾക്ക് വേണ്ടി, കാരണം നിങ്ങളത്ര മെച്ചമുള്ളവരാണെന്ന്. വിശ്വസിക്കുന്ന നിങ്ങളുടെ ഇടയിൽ ഞങ്ങൾ എത്ര പവിത്രതയായും നീതിയായും അനന്ത്യമായും നടന്നു എന്നതിന് നിങ്ങളും ദൈവവും സാക്ഷി. തൻ്റെ രാജ്യത്തിനും മഹത്വത്തിനും നിങ്ങളെ വിളിക്കുന്ന ദൈവത്തിന് യോഗ്യമായി നടപ്പാൻ തക്കവണ്ണം ഞങ്ങൾ നിങ്ങളിൽ ഓരോരുത്തരെ അപ്പൻ മക്കളെ എന്ന പോലെ പ്രബോധിപ്പിച്ചും ഉത്സാഹിപ്പിച്ചും സാക്ഷ്യം പറഞ്ഞും പോകുന്നു എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ട് മനുഷ്യൻ്റെ വചനമായിട്ടല്ല, സാക്ഷാൽ ആകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ ഞങ്ങൾ ദൈവത്തെ ഇടപെടാതെ സ്തുതിക്കുന്നു. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചിരിക്കുന്നു. അതാണ് നമ്മളോട് വായിക്കുന്നത്. എന്നിട്ട് നിങ്ങളും സ്വജാതിക്കാരല്ല, അതായത് കഷ്ടം യഹൂദിയിൽ യേശുക്രിസ്തു അനുഭവിച്ചത് സ്വന്തം ജാതിക്കാരെ കൊണ്ടാണ്. അതുപോലെ നിങ്ങളും നിങ്ങളുടെ സ്വജാതിക്കാരാൽ പല കഷ്ടങ്ങളും അനുഭവിച്ചുവല്ലോ. യഹൂദർ കർത്താവ് യേശുവിനെയും സ്വന്തം പ്രവാചകന്മാരെയും കൊന്നവരും ഞങ്ങളെ ഓടിച്ചു കളഞ്ഞവരും ദൈവത്തെ പ്രസാദിപ്പിക്കാത്തവരും സകല മനുഷ്യർക്കും വിരോധികളും ജാതികൾ രക്ഷിക്കപ്പെടേണ്ടതിന് ഞങ്ങൾ അവരോട് പ്രസംഗിക്കുന്നത് വിലക്കുന്നവരുമാകുന്നു. അങ്ങനെ അവർ തങ്ങളുടെ പാപങ്ങളെ എപ്പോഴും പൂരിപ്പിക്കുന്നു. എന്നാൽ ദൈവക്രോധം അവരുടെ മേൽ മുഴുത്തു വന്നിരിക്കുന്നു. സഹോദരന്മാരെ, ഞങ്ങൾ അല്പനേരത്തേക്ക് ഹൃദയം കൊണ്ടല്ല മുഖം കൊണ്ട് നിങ്ങളെ വിട്ടുപിരിഞ്ഞ് ബഹുകാംക്ഷയോട് നിങ്ങളുടെ മുഖം കാണാൻ ഏറ്റവും അധികം ശ്രമിച്ചു. അതുകൊണ്ട് നിങ്ങളുടെ അടുക്കൽ വരുവാൻ ഞങ്ങൾ, വിശേഷാൽ സൗലോസായ ഞാൻ 1-2 പ്രാവശ്യം വിചാരിച്ചു. ഇതാണ് ഇപ്പം അത് അവരുടെ ഇടയിൽ നിന്ന് നല്ല കത്തെഴുതുന്നത്. ദൂരെ ഒരു സ്ഥലത്ത് നിന്നാണ് കത്തെഴുതുന്നത്. അതാണ് പറയുന്നത്, ഞങ്ങൾ ഹൃദയം കൊണ്ടും നിങ്ങളുടെ അടുത്ത് അകന്നിട്ടില്ല, മുഖം കൊണ്ടും ശരീരം കൊണ്ടും ഒക്കെ നിങ്ങളിൽ നിന്ന് ഞാൻ അകന്നിരിക്കുകയാണ്. പക്ഷേ എൻ്റെ മനസ്സുകൊണ്ടോ ഹൃദയം കൊണ്ടോ ഞങ്ങൾ നിങ്ങളിൽ നിന്ന് അകന്നിട്ടില്ല. നിങ്ങളുടെ മുഖം വീണ്ടും കാണാൻ ആഗ്രഹിച്ചു എന്നാണ് പറയുന്നത്. ഞാൻ വീണ്ടും 1-2 പ്രാവശ്യം വിചാരിച്ചു, എന്നാൽ സാത്താൻ ഞങ്ങളെ തടുത്തു. അതായത് പല പ്രതികൂലങ്ങളുണ്ടായി. നമ്മുടെ കർത്താവ് യേശുവിൻ്റെ മുമ്പാകെ അവൻ്റെ പ്രത്യക്ഷതയിൽ ഞങ്ങളുടെ ആശയോ സന്തോഷമോ പ്രശംസാ കിരീടമോ ആറാകുന്നു, നിങ്ങളും അല്ലയോ. അപ്പോൾ സുവിശേഷം അറിയിച്ച സ്ഥലങ്ങളിലൊക്കെയും അവർ പൗലോസിൻ്റെ സുവിശേഷവും കേട്ട് വിശ്വസിച്ച് അതിൽ തന്നെ നടക്കുകയും വിശ്വാസത്തിൽ ഒട്ടും തന്നെ പുറകോട്ട് പോകാതെ വിശുദ്ധിയോടെ ജീവിക്കുന്നവരാണ് പൗലോസിനെ സംബന്ധിച്ച് എന്താണ് മഹത്വവും സന്തോഷവും. അത് നിങ്ങളും ആ മഹത്വത്തിലും സന്തോഷത്തിലും പങ്കാളികളാണ്. എൻ്റെ മഹത്വത്തിലും സന്തോഷത്തിലും നിങ്ങളും കൂട്ടാളികളാണ് എന്നുള്ളതാണ് അവിടെ പറയുന്നത്. അപ്പോൾ അത് പൗലോസ് അപ്പോസ്തലൻ ഈ സഭയോട് ഉള്ള അളവറ്റ ആ സ്നേഹവും ബഹുമാനവും കരുതലും കാവലും ഒക്കെ നമുക്ക് ഈ എഴുത്തുകളിൽ കാണാൻ കഴിയും. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പോയില്ല, ഓരോ വരികളിലും നമുക്കത് കാണാൻ കഴിയും അത്തരം കാര്യങ്ങൾ എന്നുള്ളതാണ്. അപ്പോൾ അത് ഈ തെസ്സലോനിക്ക സഭ, നമ്മൾ അപ്പോസ്തല പ്രവൃത്തിയിൽ 17-ാം അധ്യായത്തിൽ നോക്കുമ്പോൾ തെസ്സലോനിക്ക സഭയിൽ പൗലോസ് അപ്പോസ്തലൻ അവിടെ ചെന്നതായിട്ടും അവിടെ ആ സ്ഥലത്ത് ചെന്നതായിട്ടും അവിടെ സഭ സ്ഥാപിച്ചതായിട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. ആദ്യമായിട്ട് പൗലോസ് അപ്പോസ്തലനാണ് അവിടെ ആ സ്ഥലത്ത് ചെല്ലുന്നതും അവിടെ ഈ ക്രിസ്തീയ സഭ സ്ഥാപിക്കുന്നതും. അതിനു മുമ്പ് യഹൂദന്മാരൊക്കെ ഉണ്ടായിരുന്നിരിക്കാം. പക്ഷേ ഈ ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ, അതായത് പുതിയ നിയമ വിശ്വാസത്തിലേക്ക് ആൾക്കാരെത്തുന്നത് പൗലോസ് അപ്പോസ്തലൻ്റെ പ്രവൃത്തി കൊണ്ടാണ്. അത്തരം കാര്യങ്ങളാണ് ഈ പുസ്തകത്തിൽ. ഒരുപാട് കാര്യങ്ങൾ ഈ പുസ്തകത്തിന് പറയാനും ഒക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ കുറേ വായനയിൽ തന്നെ എടുക്കാൻ ഓരോരുത്തരും ശ്രമിക്കുക. നന്ദി. 3 വായനാഭാഗങ്ങൾ ഇവിടെ അവസാനിക്കുന്നു. നാളെ പുതിയ വായനാഭാഗങ്ങളുമായിട്ട് വീണ്ടും കാണാം. അതുവരെയും ദൈവം കാത്തു സൂക്ഷിക്കട്ടെ.